കണ്ണൂർ ആറളം ഫാമിൽ രണ്ടുപേരെ കാട്ടാന ചവിട്ടിക്കൊന്നിരിക്കുകയാണ്. ദമ്പതികളായ വെള്ളി, ലീല എന്നിവരാണ് മരിച്ചത്. 13-ാം ബ്ലോക്കിലെ കരിക്കാൻമുക്കിലാണ് ദാരുണമായ സംഭവം ഇന്ന് വൈകിട്ടോടുകൂടി ഉണ്ടായത്. നിഖിൽ അളവൂരാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നിഖിൽ, ഇവരുടെ മൃതദേഹം പുറത്തേക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ? വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? മൃതദേഹം അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. പോലീസ് ഉൾപ്പെടെ എത്തിയതിനു ശേഷം അത്തരം നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. ഇപ്പോൾ നിലവിൽ ഏതായാലും അവിടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാതെ തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രദേശവാസികൾ ചെറിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് അവിടെ മാറിയിരിക്കുന്നു സാഹചര്യം എന്ന് കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടേക്ക് എത്തേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത്തരം കാര്യങ്ങളായിരിക്കും ഇനി അടുത്ത ഘട്ടത്തിൽ ഉണ്ടാവുക. ഏതായാലും ഇപ്പോൾ അവിടെ നിന്നുള്ള ചില ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും കണ്ടിരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങളല്ല അവിടെ നിന്ന് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. അത്രത്തോളം ഭീകരമായ ആക്രമണമാണ് കാട്ടാനയിൽ നിന്ന് ഈ രണ്ട് മനുഷ്യർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ദമ്പതികളായ രണ്ടുപേരും അത്തരത്തിൽ വലിയ ആക്രമണത്തിനാണ് ഇരയായിരിക്കുന്നത്. ശരീരഭാഗങ്ങൾ ഒന്നും തന്നെ, മുഖം ഉൾപ്പെടെ ഒന്നും തന്നെ നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിലേക്കാണ് കാട്ടാന കടന്നത്. അങ്ങനെയാണ് ഈ രണ്ടുപേരും മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് നമുക്ക് ആ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നത്. വലിയ ഒരു ആക്രമണത്തിലേക്ക് അവിടെ പോയിരിക്കുന്നു. രണ്ട് ജീവനുകൾ നഷ്ടമായിരിക്കുന്നു. കശുവണ്ടി ശേഖരിക്കാൻ പോയ രണ്ടു പേരാണ്, ദമ്പതികളാണ് ഇത്തരത്തിൽ ഈ കാട്ടാനയുടെ ആക്രമണത്തിനിരയായി ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അവിടെ നിന്ന് ഈ മൃതദേഹങ്ങൾ മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഏതായാലും പോയിട്ടില്ല. അവിടെ ചെറിയ തോതിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 13-ാം ബ്ലോക്കിലെ കരിക്കൻമുക്കിലാണ് ഇത്തരത്തിൽ കശുവണ്ടി ശേഖരിക്കാൻ പോയ വെള്ളി, ലീല എന്നിവർ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സന്ധ്യയോടുകൂടിയായിരുന്നു ഇത്തരത്തിൽ വളരെ ദാരുണമായ ഈ ഒരു സംഭവം ഉണ്ടായത്. ആറളം ഫാമിൽ കാട്ടാനകൾ നിരന്തരം ജനവാസ മേഖലയിൽ വിഹരിക്കുന്ന, രാവും പകലും ഇല്ലാതെ എല്ലാ സമയവും വിഹരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ ആനകളെ അവിടെ നിന്ന് തുരത്തുന്നത് ഉൾപ്പെടെയുള്ള ഒരു കാര്യത്തിലും മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാനോ ഒന്നും ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പടക്കം പൊട്ടിച്ചും മറ്റും അവയെ തൽക്കാലത്തേക്ക് ഈ കാട്ടിനുള്ളിലേക്ക് തുരത്തുകയും അങ്ങനെയുള്ള മാർഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ പ്രദേശത്ത് ആളുകൾ ഉറങ്ങാതെ കാവലിരിക്കേണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. മാത്രമല്ല ആറളം ഫാമിന്റെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. അവിടുത്തെ വീടുകളൊക്കെ അത്ര ഉറപ്പുള്ള വീടുകളോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ വീടുകൾ കാട്ടാന ആക്രമിക്കപ്പെടുമ്പോൾ എല്ലാം നഷ്ടമാകുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ മനുഷ്യർക്ക് ഉണ്ടാകാറുണ്ട്. ഒപ്പം അവർക്ക് ഉപജീവന മാർഗമായിട്ടുള്ള കൃഷി അത് വ്യാപകമായി നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇതിനെല്ലാം അതിജീവിച്ചാണ് ജീവൻ കയ്യിൽ പിടിച്ച് ആറളം ഫാമിനകത്ത് മനുഷ്യർ ജീവിക്കുന്നത്. പക്ഷേ ആ ജീവൻ പോലും സംരക്ഷിക്കാനുള്ള ത്രാണിയില്ലാത്തവരായി ആറളം ഫാമിനകത്ത് ആ മനുഷ്യർ മാറുന്നു എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. ആ സങ്കടകരമായ കാര്യത്തിന്റെ മറ്റൊരു കാഴ്ച കൂടി ഇപ്പോൾ നമുക്ക് കാണേണ്ടി വരുന്നു. അത്യന്തം ദുഃഖകരമായ വാർത്തയാണ് കണ്ണൂർ ആറളം ഫാമിൽ നിന്ന് പുറത്തു വരുന്നത്. രണ്ട് മനുഷ്യരെയാണ് ഇത്തരത്തിൽ ആന ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. കശുവണ്ടി ശേഖരിക്കാൻ പോയ രണ്ടുപേരെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അങ്ങനെ ഒരു ഉൾക്കാടോ അല്ലെങ്കിൽ അത്ര ഈ ജനവാസ മേഖലയിൽ നിന്ന് അധികം ഉൾക്കാട്ടിലേക്ക് അല്ലെങ്കിൽ ഉൾവശത്തേക്ക് പോയിട്ടുള്ള ഒരു മേഖലയിൽ വെച്ചല്ല ഇങ്ങനെ ഒരു ആക്രമണം കാട്ടാനയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ റോഡിനോട് ചേർന്ന അതായത് ഈ വാഹനങ്ങളും ജനങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന റോഡിനോട് ചേർന്ന ഒരു പ്രദേശത്ത് വെച്ച് തന്നെയാണ് ഈ ദമ്പതികൾ ആക്രമിക്കപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലാൽകൃഷ്ണൻ, അതിദാരുണമായ സംഭവമാണ് നിലവിൽ ആറളത്ത് ഉണ്ടായിരിക്കുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. മൃതദേഹം ഇപ്പോഴും പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ പൂർണ്ണ തോതിലായിട്ടില്ല. പക്ഷേ നാട്ടുകാരുടെ പ്രതിഷേധം അവിടെ തുടരുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 17 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായുള്ള ഒരു ഇടപെടൽ ആ പ്രശ്നത്തിനുണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിഷേധത്തിന് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നിഖിൽ അളവൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ കണ്ണൂരിൽ നിന്ന് നൽകിയത്.